കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ BJP ജയിച്ചത് പഴയ പ്രകടനങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ലതാണ്. 6 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തായി. പലയിടത്തും CPM അവരുടെ വോട്ട് മറിച്ചു കൊടുത്താണ് BJPയെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ മറിച്ചു കൊടുത്ത് മഞ്ചേശ്വരത്ത് അവരുടെ കെട്ടിവെച്ച തുക പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ മറിച്ചു കൊടുത്തു. ഇതുപോലെ മറിച്ചു കൊടുക്കാൻ നിന്നാൽ തീർച്ചയായിട്ടും CPM ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിരവധി സീറ്റുകളിൽ ഇത്തരത്തിലുള്ള മറിച്ചു കൊടുക്കലുകൾ കേരളത്തിൽ നടത്തുക അസാധ്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചാത്തന്നൂരായാലും കഴക്കൂട്ടത്തായാലും അതുപോലെ നെമ്മത്തായാലും ആരുടെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചിരിക്കുന്നത്. അതൊന്നും ഇവർ ഓവർ റീച്ച് നടത്താൻ പോയ സമൂഹത്തിൻ്റേതല്ല. ആ സമൂഹം ഉണ്ടായ സ്ഥലങ്ങളിലൊന്നും കാര്യമായ ഒരു വോട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഔട്ട്റീച്ച് എപ്പോഴും വേണ്ടത് അതിൻ്റെ കോർ സ്ട്രെങ്ത്തിൽ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് ചാത്തന്നൂരിൻ്റെയൊക്കെ കൃത്യമായ ഉദാഹരണങ്ങളാണ്. ഒരു കാര്യം ഇവിടെ നല്ല രീതിയിൽ സംഭവിച്ചു എന്നുള്ളതും ശരിയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും വോട്ട് ട്രാൻസ്ഫറിങ് അത് ഹിന്ദു മതത്തിലുള്ള ജാതിപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വരുന്ന വിഷമങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്ന ഒരു വോട്ട് ട്രാൻസ്ഫറിങ് ഈ നിയോജക മണ്ഡലങ്ങളിൽ അത് ഓവർകം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇനി ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ വേണ്ടത്. അതായത് ആരാണോ സ്ഥാനാർത്ഥി അവർക്ക് എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളൊരു സ്ഥിതി വരണം. അതോടൊപ്പം മറ്റ് ജാതി സമൂഹങ്ങളെ, അത് വളരെ ചെറുതായാൽ പോലും അവരെ കൊണ്ടുവന്ന് അവരെ മുഴുവൻ ഒരു കുടക്കീഴിലാക്കാനായിട്ട് സാധിക്കണം. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ അവർക്കെല്ലാം പലപ്പോഴും 2000-3000 വോട്ടേ ഒരു നിയോജക മണ്ഡലത്തിൽ കാണുകയുള്ളൂ. പക്ഷേ അങ്ങനെ അവർ പല വിഭാഗങ്ങൾ കൂടുമ്പോൾ അവിടെ ഒരാളെ ജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമായി അത് മാറും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുപോലെ ഏകദേശം 95ഓളം മണ്ഡലങ്ങളിൽ ഇങ്ങനെ ജയിക്കുന്നതിന് BJPക്ക് ആകും. അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിന് ബംഗാൾ ഒരു ഉദാഹരണമാണ്. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ അവർക്ക് ഇനി ഒരു അവസരം ഉണ്ടാകില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുകയും എല്ലാവരും വോട്ട് ചെയ്യാൻ ചാടിയിറങ്ങുകയും അങ്ങനെ 93% വോട്ടേഴ്സും വോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ വിധത്തിൽ അവിടെ BJPയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ കേരളത്തിലും സംഭവിക്കണം. ഇപ്പോൾ തന്നെ കേരളത്തിൽ 78% വോട്ടിംഗ് ഉണ്ടാകുന്നത്. അതിലാരാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതിൽ അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കുന്നവർ മനസ്സിലാക്കണം അവർക്കുണ്ടാകുന്ന അപകടം എന്താണെന്ന്. അത് മനസ്സിലായാൽ തീർച്ചയായിട്ടും അവർ ചാത്തന്നൂരും അതുപോലെ കഴക്കൂട്ടത്തും ഒക്കെ ചെയ്തതുപോലെ വോട്ട് ഒരുമിച്ച് ചെയ്ത് ചിഹ്നത്തിന് ചെയ്ത് അത് ജയിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഔട്ട്റീച്ച് ഇനിയും കോർ സ്ട്രെങ്ത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അതുപോലെ ഈ കേന്ദ്ര പദ്ധതികൾ അത് എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്ത് അത് ക്ലാസ് എടുത്തു കൊടുത്ത് അവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പറ്റുന്ന വിധത്തിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മറ്റേത് കാര്യത്തെക്കാളും കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ അടുത്ത 2 വർഷം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2029 വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ BJPക്ക് ആകും. ഇതാണ് ഈ ഇലക്ഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്. ശ്രീ ബിനോയ് വിശ്വം CPIയുടെ സെക്രട്ടറിയാണ് ഒക്കെ പറയുന്നത് 3 സീറ്റുകൾ BJP വിജയിച്ചത് വളരെ വലിയ ആപത്താണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ്. എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ BJP ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ തന്നെ അപകടത്തിലാകുമായിരുന്നു. ഇതുപോലെ ഇനി ജയിക്കേണ്ട സ്ഥലമാണ് പഞ്ചാബ്. കാരണം അവിടെയും മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഗോപ്യമായിട്ടാണ് നടക്കുന്നത്. അത് നമ്മൾ തമിഴ്നാട്ടിലെ ഇലക്ഷനിലും കാണാൻ പറ്റും. ഇപ്പോൾ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആകാൻ നടക്കുന്ന വിജയ് ഒരു പള്ളിയിൽ പോയി മുട്ടുകുത്തി ഇഴഞ്ഞു പോകുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. മറ്റേതെങ്കിലും സ്ഥലത്ത് മറ്റൊരു സ്ഥാനാർത്ഥി അതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിനുള്ള
റിയാക്ഷൻ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ നിന്ന്? അതേപ്പറ്റിയൊന്നും ഇപ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങനെ പോയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ 2.5% അതിലും വളരെ ഉയരത്തിലാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ 6.5% എന്ന് സെൻസസിൽ കാണുന്നതല്ല ശരി. അതിലും വളരെ വലിയ വ്യത്യാസത്തിൽ അവിടെ മതമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പുറത്തു വരുവാൻ ഈ തവണത്തെ സെൻസസിൽ നടപടി എടുത്തേ പറ്റൂ. അത് കൃത്യമായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരണം. കാരണം ഗോപ്യമായിരുന്ന് SC-യുടെ അവകാശങ്ങളും OBC-യുടെ അവകാശങ്ങളും വാങ്ങിച്ച് വീണ്ടും ആ മതപരിവർത്തനം നടത്തുന്ന രീതി ഉണ്ടാകരുത്. മതം മാറണമെങ്കിൽ മതം കൃത്യമായിട്ട് മാറട്ടെ, അത് കൃത്യമായിട്ട് പ്രഖ്യാപിക്കട്ടെ, ഞാൻ ഇന്ന മതക്കാരനായി എന്ന്. അതെന്തിനാണ് വീണ്ടും ഹിന്ദു മതത്തിലുള്ള ആനുകൂല്യങ്ങൾ അത് എടുക്കാനായിട്ട് ഗോപ്യമായിട്ട് വയ്ക്കുന്നത്? അത് നിയമവിരുദ്ധമാക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും SC അതുപോലെ OBC സഹായങ്ങൾ ലഭിക്കരുത്. അത് ഉറപ്പാക്കേണ്ടതുണ്ട്.